Question paper revision, chapter 14, oscillations, part 1. 2020 മാർച്ചിൽ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ തന്ന ഫംഗ്ഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നു, y is equal to സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇവിടെ റൂട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആ വാല്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/√2 ആയിട്ടും ഇവിടെ 1/√2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് പിന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ വാല്യൂല് മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് സൈൻ π/4ന്റെ വാല്യൂം കോസ് π/4ന്റെ വാല്യൂം 1/√2 ആണ്. അപ്പൊ ഈ ഇവിടത്തെ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഒന്ന് മാറ്റി എഴുതുകയാണ്. മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്, y is equal to √2 into sin omega t അതേപോലെ എഴുതി. ഇവിടെ 1/√2 പകരം cos π/4 എന്ന് എഴുതി. അതുപോലെ തന്നെ cos omega t into 1/√2 പകരം ഇവിടുത്തെ sin π/4 എഴുതി. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, sin a cos b മൈനസ് cos a sin b is equal to sin of a minus b. അപ്പൊ ഈ ഇക്വേഷനെ സൈന് എക്ക് വരെ ഒമേഗ ടി ആണ്, അതുപോലെ ബിക്ക് വരെ ഏതാ വരുന്നത് π/4 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/4 എന്ന് എഴുതാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, y ഈസ് ഈക്വൽ ടു √2 ഇങ്ങനെ തന്നെ ഈ ഇക്വേഷനെ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/4. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, y ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോർമുല ഏതാണ്, y ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് π/4 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്, സോ ദ ഫംഗ്ഷൻ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇത് നമ്മൾ നോർമലി പഠിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ ഇത്തരം ചോദ്യങ്ങളും വരും. അപ്പൊ നമ്മളത് കുറച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ അറിയണം. അടുത്തത് ഗ്രാഫ്സ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ആൻഡ് ഓസിലേറ്റിംഗ് സ്പ്രിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ എന്ത് ചെയ്ത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി വിത്ത് ഡിസ്റ്റൻസ് ആണ് വരച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഫ്രം ദി ഗ്രാഫ്. ഗ്രാഫിൽ ഓരോന്ന് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ്. എ ടോട്ടൽ എനർജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബി പൊട്ടൻഷ്യൽ എനർജിയാണ്, സി കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞപ്പോൾ ഈ വലിയ വരെയാണ് വരുന്നത്. ഇതാണ് ടോട്ടൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫാണ് എന്ത് ചെയ്യുന്നത്, ബി എന്ന് പറയുന്നത്. ഈ ഗ്രാഫാണ് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ തന്നെ ഈ ഗ്രാഫാണ് സി എന്ന് പറയുന്നത്. ഈ ഗ്രാഫാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓഫ് മാസ് എം അറ്റാച്ച്ഡ് ടു സ്പ്രിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു ബ്ലോക്ക് ഒരു സ്പ്രിംഗുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം എ ടു ബി എസ് പോസിറ്റീവ്. എയിൽ നിന്ന് ബിയിലേക്ക് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. റീഡ്രോ ദ ടേബിൾ ആൻഡ് ഗീവ് ദ സൈൻസ് ആൻഡ് വെലോസിറ്റീസ്, വെലോസിറ്റി ഓഫ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ഫോഴ്സ്. അപ്പൊ അതിൽ വെലോസിറ്റിയുടെ ആക്സലറേഷന്റെ ഫോഴ്സിന്റെ സൈൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളുടെ പിന്നെ വരുന്നത് ടേബിൾ വരുന്നത്. അപ്പൊ ഇതിൽ ചില പോർഷൻസ് വിട്ടിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒന്ന് വരുന്നത് ഏതാണ്, ആക്സലറേഷൻ ആണ്. ആക്സലറേഷന്റെ വാല്യൂ ഏത് പോയിന്റിലാണ്, അറ്റ് ബി. പോയിന്റ് ബിയിലാണ്. പോയിന്റ് ബിയിൽ വെലോസിറ്റി 0 ആണ്. ആക്സലറേഷൻ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്കാണ് ആക്സലറേഷന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഫോഴ്സും എന്താ വരുന്നത്, നെഗറ്റീവ് ആണ്. ഇനി അറ്റ് മൂന്നാമത്തത് സെക്കൻഡ് ഏതാ വരുന്നത്, അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവേർഡ്സ് എ. അപ്പൊ എ ബിയുടെ മിഡ് പോയിന്റ് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. എങ്ങോട്ടാണ് ഡയറക്ഷൻ, എക്കിലേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം ആ ഡയറക്ഷൻ അതാ വരുന്നത്. ഇനി അറ്റ് 2 സെന്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവേർഡ്സ് എ. ഗോയിങ് ടുവേർഡ്സ് എ ആണ്, മിഡ് പോയിന്റിലാണ്. അപ്പൊ ഇവിടുന്ന് 2 സെന്റിമീറ്റർ പുറത്ത് എയിലേക്ക് പോകുന്നു. അപ്പോഴോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ആക്സലറേഷൻ ആണ്. ഇവിടെ 0 വെലോസിറ്റി ആണ് വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നു പറഞ്ഞാൽ ആക്സലറേഷൻ പോസിറ്റീവ് വന്നു. അതുപോലെ തന്നെ ഫോഴ്സും ഏതാ വരുന്നത്, പോസിറ്റീവ് ആണ് വരുന്നത്. അടുത്തത് ഡിറൈവ് an expression for period of oscillation of a loaded spring. ഒരു ലോഡഡ് സ്പ്രിങ്ങിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ. പീരിയഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ടി ഈസ് ഈക്വൽ ടു 2π/ω ആണ്. ഫോർ എ സ്പ്രിങ് നമുക്കറിയാം എം ഒമേഗ സ്ക്വയർ ആണ്, കെ എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു √k/m എന്ന് കൊടുക്കാം. അപ്പൊ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2π/ω പകരം √k/m. അപ്പൊ എം നേരെ മുകളിലേക്ക് വരും. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറി, ടി ഈസ് ഈക്വൽ ടു 2π × √m/k.
ഇതാണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ. അടുത്തത് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ at what distance from the main position is its kinetic energy equal to potential energy. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഏത് ഡിസ്റ്റൻസിലാണ് ഈക്വൽ ആവുന്നത്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇത് നമുക്ക് അറിയണം. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടീനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിലെ ഈ എ സ്ക്വയർ ആയിട്ട് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ നമുക്കറിയാം എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ കിട്ടും. അപ്പൊ ഈ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജിക്ക് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ ഇതും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇത് അറിയെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ ആയിരുന്നു കൈനറ്റിക് എനർജിക്ക്, അത് നേരെ എന്തായിട്ട് മാറും? കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ്. എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്തിന് ഈക്വൽ ആണ്? എക്സ് സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി തന്നിരിക്കുന്ന എന്താണ്? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണല്ലോ. അപ്പൊ അതിനെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കിട്ടുക? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ വാല്യൂ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ രണ്ടൊന്നും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാണ്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ 2x സ്ക്വയർ ആയി. അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ. ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ ബൈ റൂട്ട്. അപ്പൊ അതാണ് ഡിസ്റ്റൻസ്. ഇപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ 2. അതിൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അടുത്തത് 2019 മാർച്ച് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഹെൻസ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പൊ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് പീരിയഡിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതാണ് നമ്മളെ ഫിഗർ നമുക്കറിയാം. നമ്മൾ ഇതിലെ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എം ജി സൈൻ തീറ്റയാണ്. സൈൻ തീറ്റയുടെ വാല്യൂ വളരെ സ്മോൾ ആയതുകൊണ്ട് സൈൻ തീറ്റേനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഇപ്പൊ മൈനസ് എം ജി തീറ്റ എന്ന് കിട്ടി. ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നമുക്കറിയാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് തീറ്റയ്ക്ക് പകരം എസ് ബൈ എൽ. എസ് എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ആക്സലറേഷൻ കാണുന്നു. ഫോഴ്സ് ബൈ മാസ് ആണ്. ആക്സലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആകുമ്പോൾ എം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് ജി ബൈ എൽ ഇൻറ്റു എസ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നത് ഫോഴ്സ് ഓർ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുപോലെ തന്നെ എസിന് പ്രൊപ്പോർഷണലാണ് വരുന്നത്, അതായത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് സിമ്പിൾ ഹാർമോണിക്. ഇനി നമ്മൾ പീരിയഡ് കാണണം. പീരിയഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സലറേഷനുള്ള ഫോമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ടി എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ആക്സലറേഷനുള്ള ഫോമുലയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എസ്, ഇവിടെ എക്സ് ടി രണ്ടും ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഒമേഗ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? ജി ബൈ എല്ലിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒമേഗ സ്ക്വയർ ജി ബൈ എല്ലിന് ഈക്വൽ ആണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ ആണ്. പീരിയഡ് കാണാനുള്ള ഫോമുല നമ്മൾ പഠിച്ചു. പീരിയഡ് ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. ഒമേഗയ്ക്ക് പകരം റൂട്ട് ഓഫ് ജി ബൈ എൽ കൊടുക്കുമ്പോൾ എൽ മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുന്നത്? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അപ്പൊ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷൻ ആയി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്? അപ്പൊ സെക്കൻഡ്സ് ടിക്ക് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ പീരിയഡ് എത്രയായിരിക്കും? 2 seconds ആണ്. ഇനി പീരിയഡ് കാണാനുള്ള ഫോമുല നമുക്കറിയാം 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി കിട്ടി. നമുക്ക് എൽ ആണ്, ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എൽ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ജി ബൈ 4π സ്ക്വയർ. ടിയുടെ വാല്യൂ 2 ആകുമ്പോൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4 ഇൻറ്റു 10/4π സ്ക്വയർ, 4 കട്ട് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ജിയുടെ വാല്യൂ നമ്മൾ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10/π സ്ക്വയർ ആൻസർ കിട്ടുന്നു. 2018 ഇംപ്രൂവ്മെന്റ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. Which one of the following relationships between acceleration A and displacement x of a particle
ഇൻവോൾവ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ താഴെ പറയുന്നതിൽ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഏതാണ്? ചോയ്സ് സി ആണ്. എ ഈസ് ഈക്വൽ ടു -5x. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പറയുന്നത് ഫോഴ്സ് ഓർ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എ ഈസ് ഈക്വൽ ടു -5x. അടുത്തത് ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഈ ഡെറിവേഷൻ നേരത്തെയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫിഗർ വരച്ചു. റിസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to -mg sin theta is equal to -mg theta. തീറ്റയ്ക്ക് പകരം നമ്മൾ S/L കൊടുക്കുന്നു. ഇനി നമ്മൾ ആക്സലറേഷൻ കാണുന്നു. ഫോഴ്സ് ബൈ മാസ് m കട്ട് ചെയ്യും. അപ്പൊ എന്താണ്? -g/L into S. ഇനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സലറേഷന്റെ ഫോർമുല നമുക്കറിയാം -ω² xt ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ω² എന്തിന് ഈക്വൽ ആണ്? g/L ന് ഈക്വൽ ആണ്. അപ്പൊ ω ഈസ് ഈക്വൽ ടു √g/L. ഇനി പീരീഡ് കാണാനുള്ള ഫോർമുല t ഈസ് ഈക്വൽ ടു 2π/ω ആണ്. ഒമേഗയ്ക്ക് പകരം √g/L കൊടുക്കും. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 2π × √L/g. അടുത്തത്, ഇൻ എ സിമ്പിൾ പെൻഡുലം made up of metallic wire, what will happen to the period when temperature increases? Give reason. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പീരീഡ് കാണാനുള്ള ഫോർമുല ഇതാണ്. t is equal to 2π × √L/g. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ലെങ്ത് L ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.